വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. യഹൂദ പ്രമാണിയായിരുന്ന നിക്കോദെമോസ് രാത്രിയിൽ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. യഹൂദ പ്രമാണിയായിരുന്ന നിക്കോദെമോസ് രാത്രിയുടെ മറപറ്റിയാണ് പ്രകാശമാകുന്ന ദൈവത്തെ കാണാൻ കടന്നു വരുന്നത്. ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നിട്ടും ചില നിലനിൽപ്പിനു വേണ്ടി, ചില ഭയനിമിത്തമൊക്കെ രാത്രിയുടെ മറപറ്റി, ഇരുളിൻ്റെ മറപറ്റി വരുന്ന ഒരു ഭക്തൻ. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും സമാനമല്ലേ അനുഭവങ്ങളൊക്കെ? നമുക്കൊത്തിരി സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, വിശുദ്ധിയുമൊക്കെയുണ്ട്. അത് പ്രകടിപ്പിക്കേണ്ട ഇടങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ചില മറകൾ തപ്പാറില്ലേ? ഞാൻ സുരക്ഷിതനാണോ എന്ന് നോക്കിയിട്ട് ദൈവാലയ കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവരുമുണ്ട്. ജോലിയുടെ നഷ്ടങ്ങൾ, സാമൂഹിക രാഷ്ട്രീയമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ എങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുവാൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ രാത്രികാലത്ത് വന്ന, ഇരുളിൻ്റെ മറപറ്റി വന്ന നിക്കോദെമോസ് ഒളിഞ്ഞിരിപ്പുണ്ട്. വീണ്ടും നിക്കോദെമോസിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇരുളിൻ്റെ മറപറ്റി വന്ന നിക്കോദെമോസ്, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ധൈര്യപൂർവ്വം ഈശോമിശിഹായുടെ മരണശേഷം തിരുശരീരം മറവ് ചെയ്യാനായിട്ട് ധൈര്യപൂർവ്വം കടന്നു വരുന്ന നിക്കോദെമോസ്. ദൈവത്തോടുള്ള സ്നേഹവും ദൈവിക സാന്നിധ്യവുമൊക്കെ ധൈര്യം പകരുന്നുണ്ടെന്ന് സാരാംശം. നമ്മുടെ ജീവിത മേഖലയിൽ ധൈര്യം നഷ്ടപ്പെട്ടു പോയ, ശോഷിച്ചു പോയ എല്ലാ ഇടങ്ങളെയും ഇന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് ചേർത്ത് വയ്ക്കാം. ഇരുളിൻ്റെ മറപറ്റി നാം കടന്നു വന്നെങ്കിലും പ്രകാശമായവൻ്റെ സാന്നിധ്യം ഇരുളിനെ അകറ്റുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയുടെ ഇരളിമ നിറഞ്ഞ ചില വികാരങ്ങളെയും സ്വഭാവങ്ങളെയും ആകുലതകളെയും ഒക്കെ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വയം പ്രകാശിക്കുന്നവരാകുവാനും നമ്മുടെ പ്രകാശം ഒരുപാട് പേരെ അന്ധകാരത്തിൽ നിന്ന് മാറ്റുവാൻ സഹായകമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗത്തിൻ്റെ സങ്കടത്തിലായിരിക്കുന്നവർ, വിശ്വാസം പോലും നഷ്ടപ്പെടുവാൻ കാരണമാകുന്ന തരത്തിൽ സങ്കടത്തിലായിരിക്കുന്നവരെയൊക്കെ ഏറ്റവും സ്നേഹത്തോട് ചേർത്ത് വെച്ച് സൗഖ്യദായകനായ ഈശോയുടെ കരസ്പർശം എല്ലാ മക്കളുടെയും അന്ധകാരത്തെ പ്രകാശമാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.